വായിക്കുമോ നമ്മുടെ ഭാഗം വായിക്കപ്പെടുന്ന കർത്താവ് യേശുമിശിഹായുടെ അശുദ്ധമായ എവങ്കേലിയമല്ലേ ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങൾ ആദരവോടും ഭക്തിയോടും കൂടെ നാം ശ്രദ്ധിച്ചു കേൾക്കണം. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. ലോകത്തിന് ജീവനും രക്ഷയും അറിയിച്ച വിശുദ്ധ മത്തായി എഴുതിയ നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്ന് ദൈവത്തിന്റെ ജീവനുള്ള നമ്മുടെ ദൈവം രക്ഷകനുമായ യേശുരാന്റെ ഇഹലോകവാസകാലത്ത് പ്രകാരം സംഭവിച്ചു. യേശുരാനോട് പുറപ്പെട്ട ഈ പ്രദേശങ്ങളിലെത്തി. അപ്പോൾ ആ പ്രദേശത്ത് നിന്നൊരു കാനാൻകാരി വന്ന് കരഞ്ഞപേക്ഷിച്ച കർത്താവേ, ദാവീദിന്റെ പുത്രാ, എന്നിൽ കനിയണമേ, എന്റെ മകളെ പിശാച് ക്രൂരമായി ബാധിച്ചിരിക്കുന്നുവെന്നാൽ യേശുരാൻ ഒരു വാക്കുപോലും ഉത്തരം പറഞ്ഞില്ല. ശിഷ്യന്മാർ അവനോട് അഭ്യർത്ഥിച്ചു, അവളെ പറഞ്ഞയച്ചാലും അവൾ നമ്മുടെ പിന്നാലെ വന്ന് വിളിക്കുന്നുവല്ലോ. യേശുരാൻ മറുപടി പറഞ്ഞു, ഇസ്രായേൽ ഭവനത്തില് നഷ്ടപ്പെട്ടുപോയ ആടുകളുടെ അടുത്തേക്ക് മാത്രമാണ് ഞാൻ അയക്കപ്പെട്ടിരിക്കുന്നത്. എന്നാൽ അവൾ അവനെ പ്രണമിച്ചു പറഞ്ഞു, കർത്താവേ, എന്നെ സഹായിക്കണമേ എന്നപേക്ഷിച്ചു. യേശു പറഞ്ഞു, മക്കളുടെ അടുത്ത് നായ്ക്കൾക്ക് എറിഞ്ഞു കൊടുക്കുന്നത് ഉചിതമല്ല. അവൾ പറഞ്ഞു, കർത്താവേ, നായ്ക്കളും യജമാന്മാരുടെ മേശയിൽ വീഴുന്ന അപ്പകഷണങ്ങൾ തിന്നുന്നുണ്ടല്ലോ. യേശുരാൻ മറുപടി പറഞ്ഞു, സ്ത്രീയെ, നിന്റെ വിശ്വാസം വലുതാണ്. നീ ആഗ്രഹിക്കുന്നത് പോലെ നിനക്ക് ഭവിക്കട്ടെ. ആ സമയം മുതൽ അവളുടെ പുത്രി സൗഖ്യമുള്ളവളായി തീർന്നു. നിങ്ങൾക്കെല്ലാവർക്കും ശാന്തി ഭവിക്കട്ടെ. Amen.